മംഗളാദേവി കുന്നുകളും ക്ഷേത്ര പരിസരവും ദൂരെ കാണാവുന്ന തരത്തിൽ എത്തി നിൽക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനി നമ്മൾ ക്ഷേത്രം ഇരിക്കുന്ന കുന്നിൻ മുകളിലേക്ക് പോവുകയാണ്. ധാരാളം ആൾക്കാർ വന്നും പോയും ഇരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ ചങ്ങാതിമാരെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇതും ഉത്സവത്തിന്റെ ഭാഗമാണ്. രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കണ്ണകിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മംഗളദായിനി ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ടതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4386 അടി ഉയരത്തിലാണിത്. നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിന്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിന്റെയും കൈകളിലായിരുന്നു. 1980കളിൽ തമിഴ്നാട്ടുകാർ ക്ഷേത്രത്തിന് അവകാശവാദം ഉന്നയിച്ചതോടെ ഇത് തർക്കപ്രദേശമായി മാറി. പിന്നീട് ചിത്ര പൗർണമി ദിവസം ക്ഷേത്രങ്ങളിലൊന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം കൊടുത്തു. അതിപ്പോഴും തുടർന്നു വരുന്നു. ഉത്സവത്തിന് പ്രത്യേക പൂജകൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 വരെ തുടരുന്നു. ഈ ഒരു ദിവസം മാത്രം സന്ദർശകർക്ക് മംഗളാദേവിയിൽ പ്രവേശനമുണ്ട്. മംഗളാദേവി ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് പ്രദേശം മുഴുവൻ കേരള വനം വകുപ്പിന്റെ കർശന നിയന്ത്രണത്തിലാണ്. നമ്മളിപ്പോൾ ക്ഷേത്ര പരിസരത്തേക്കുള്ള കുന്ന് കയറുകയാണ്. പിന്നീട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇളങ്കോവടികൾ രചിച്ച തമിഴ് കാവ്യമായ ചിലപ്പതികാരത്തിലാണ് കണ്ണകിയുടെ കഥ വിവരിക്കുന്നത്. മധുര രാജ്യത്ത് കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു കണ്ണകിയും കോവലനും. അധാർമികമായ ജീവിതം നിമിത്തം തങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു കോവലൻ. ഭർത്താവ് വഞ്ചിച്ചിട്ടും അയാൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പതിവ്രതയായിരുന്നു കണ്ണകി. തകർന്നുപോയ കച്ചവടം വീണ്ടും തുടങ്ങുവാൻ പണം കണ്ടെത്തുവാനായി വിലയേറിയ തന്റെ 2 കാൽ ചിലമ്പുകളിലൊന്ന് വിൽക്കുവാൻ കണ്ണകി ഭർത്താവായ കോവലനെ ഏൽപ്പിച്ചു. മധുര നഗരത്തിൽ ചിലമ്പ് വിൽക്കുവാൻ കോവലൻ ശ്രമിക്കുന്ന വിവരം അന്നത്തെ രാജാവായിരുന്ന നെടുംചെഴിയൻ അറിയുകയും ഉടൻ തന്നെ കോവലനെ പിടികൂടുകയും ചെയ്തു. തന്റെ രാജ്ഞിയുടെ കളവ് പോയ കാൽച്ചിലമ്പാണ് അതെന്ന് തെറ്റിദ്ധരിച്ച് രാജാവ് കോവലനെ വിചാരണ പോലും കൂടാതെ മോഷണക്കുറ്റം ചുമത്തി വധിച്ചു. ഇതറിഞ്ഞ കണ്ണകി ആദ്യം പൊട്ടിക്കരഞ്ഞെങ്കിലും പിന്നീട് രോഷാകുലയായി തീർന്നു. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ തന്റെ 2ാമത്തെ ചിലമ്പുമായി കൊട്ടാരത്തിലെത്തിയ കണ്ണകി രാജാവിന്റെ മുമ്പിൽ തന്റെ ഒറ്റ ചിലമ്പ് എറിഞ്ഞുടച്ചു. മുത്തുകൾ അടങ്ങിയ രാജ്ഞിയുടെ ചിലമ്പിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ ചിലമ്പിൽ മാണിക്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കണ്ണകി തെളിയിച്ചു. ഉഗ്രകോപത്താൽ കണ്ണകി തന്റെ മാരണം മുറിച്ചെടുത്ത് അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് നേരെ എറിയുകയും തന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയാൽ മധുര നഗരം തന്നെ ചാമ്പലായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെ പാണ്ഡ്യരുടെ നഗരം അഗ്നിക്കിരയാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത തെറ്റിൽ മനം നൊന്ത് രാജാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നീട് മധുര മീനാക്ഷി ദേവിയുടെ അഭ്യർത്ഥന പ്രകാരം ശാന്തയായ കണ്ണകി ചുരുളിമല കയറി ഇവിടെ എത്തി മോക്ഷം പ്രാപിക്കുകയാണ് ഉണ്ടായത്. ചിലപ്പതികാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മധുര രാജ്യത്തെ ജനങ്ങളുടെ ശാപമോക്ഷത്തിനായി പുരാതന തമിഴകം രാജാവായ ചേര ചെങ്കുട്ടുവൻ ആണ് മംഗളാദേവിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പഴയൊരു വാച്ച് ടവറും മിന്നൽ രക്ഷാ സംവിധാനങ്ങളും ചെറിയൊരു വിൻഡ് മില്ലും ഇവിടെ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള നീണ്ട ക്യൂവും ദൃശ്യമാണ്. മുല്ലപ്പെരിയാർ തടാകവും തേക്കടി ശബരിമല വനമേഖലകളുമൊക്കെയാണ് കാണുന്നത്. ജനങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു.
ഇവിടെ ആകപ്പാടെ തണലായിട്ടുള്ളത് ഈ ചെറിയ മരക്കൂട്ടങ്ങൾ മാത്രമാണ്. അത് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് പോസ്റ്റാണ്. അതിനപ്പുറത്തേക്ക് കടത്തിവിടില്ല. ഇത്രയും മരങ്ങൾ തമിഴ്നാട് ഭാഗത്തുമുണ്ട്. ദൂരെയായി കാണുന്ന മലനിരകൾ ചുരുളി മേഘമല പ്രദേശങ്ങളാണ്. പിന്നെ തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങൾ. വാഹനങ്ങളുടെ തിരക്കാണ്. ഉള്ള തണലിലൊക്കെ ആൾക്കാർ വിശ്രമിക്കുന്നു. നമ്മൾ കയറി വന്ന വഴികളാണ്. ക്ഷേത്ര പരിസരത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത തിരക്കാണ്. 2 മണിക്കൂറോളം ക്യൂ നിൽക്കണം. ഈ കെട്ടിടത്തിൻ്റെ അടുത്ത് ചെരുപ്പ് ഊരി ഇട്ടിട്ട് വേണം ക്യൂവിൽ നിൽക്കാൻ. മാത്രമല്ല ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രാഫി അനുവദനീയവുമല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചു. മാത്രമല്ല ഇപ്പോൾ ഉച്ച കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചു പോകുന്നവരുടെ വൻ തിരക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ജീപ്പിൽ കയറി പറ്റണം. നല്ലൊരു മഴയ്ക്കുള്ള കോളും കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരികെ കുന്ന് കയറാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചിറങ്ങുകയാണ്. അവിടെ പോയി നിൽക്കുകയാണ് ജീപ്പ് കിട്ടാൻ സൗകര്യം. തമിഴ്നാടിൻ്റെ സുന്ദരമായ കൃഷിയിടങ്ങളുടെയും തേക്കടി കാടുകളുടെയും സൗന്ദര്യം അല്പനേരം കൂടി ആസ്വദിച്ച് നമ്മൾ ജീപ്പിൽ തിരികെ കുമളിയിലേക്ക്. ഈ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.